ഹലോ കൂട്ടുകാരെ, ഏതസ് കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം. നമുക്കിതൊരു കടലക്കറി ഉണ്ടാക്കാം. രാവിലെ ദോശയാണ്, അപ്പം ഞാൻ വിളിച്ചൊന്ന് കടലക്കറി വെക്കാമെന്ന്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തവ ചൂടായിട്ടുണ്ട്. ഇനി സ്റ്റവ് കത്തിച്ചാണ് തേങ്ങ ഇടും. തേങ്ങ വറുത്തരച്ച് അതിനകത്തേക്ക് ശകലം പെരിനീരകവും 2 തടി കഷ്ണവും ഇടുവാണ്. തേങ്ങ വറുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ മസാലപ്പൊടി എടുക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ മൂത്തിട്ടുണ്ട്. ഞാൻ മല്ലിപ്പൊടി ഇടുവാണ്. മുളക് പൊടി കൂടെ. നമ്മുടെ തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി അരച്ചുകൊണ്ട് വരാം. നമ്മൾ തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുക്കറിലേക്ക് ഇത് കറുത്ത കടലയാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ ഞാൻ ശകലം തേങ്ങ കൊത്തിടുന്നുണ്ട്. തേങ്ങക്കൊത്തൊക്കെ ഒന്ന് വഴറ്റിയിടുവാണെങ്കിലുണ്ടല്ലോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പക്ഷെ ഇപ്പം വഴറ്റിയില്ല. ഇത് കൊച്ചുള്ളിയും ഒരു ചെറിയ സവാളയുള്ള കരിയാപ്പില 2 തടി കഷ്ണം ഇടുവാണ്. ആവശ്യമുള്ള വെള്ളം ഒഴിക്കുവാണ്. ഉപ്പ്, നമ്മുടെ കടലക്കയും വെന്തു. ഞാൻ അരച്ചുകൊണ്ട് നമുക്ക് കടു വറുത്ത് എടുക്കാൻ ഇടുകയാണ്. എന്നാൽ ചൂടായിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും കടുകെല്ലാം പൊട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുവാണ്. മഞ്ഞൾപ്പൊടി നേരത്തെ ഞാൻ തേങ്ങയ്ക്കകത്തിട്ട് അരച്ചില്ലാണ്. ഇത് നമ്മൾ വറുത്തരച്ച മുളക്, മല്ലി, തേങ്ങ, പിന്നെ കറുകപ്പട്ടയും ഒരേലക്കയും കൊടുത്തത്. മിക്സി കഴിക്കുന്നതാണ് നമ്മുടെ കടലക്കറി. ലേശം കായപ്പൊടി ഇടുന്നുണ്ട്. ഞാൻ കടലയ്ക്ക മൊത്തം എടുത്തില്ല, കുറച്ച് കടലയ്ക്ക എടുത്തുള്ളൂ. ബാക്കി ഞാൻ എടുത്ത് വെച്ച് നാളെ എടുക്കാമല്ലോ എന്ന് വെച്ചുകൊണ്ട് ഇതിനകത്ത് അടച്ച് വെച്ചാൽ ഒരു കുഴപ്പം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് എടുക്കാമല്ലോ. ഒന്നൊന്നും തിളച്ചോട്ടെ. കറി റെഡിയായിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയൊക്കെ പൊങ്ങി നല്ല ഗ്രേവിയുണ്ട്. ദോശയ്ക്കായതുകൊണ്ടാണ്. നോക്കട്ടെ, ഉപ്പിൻ്റെ ശകലം മതി. ഇവിടെ ഞങ്ങളെല്ലാവരും ഉപ്പ് കുറച്ചാണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ഷുഗറും BP ഒക്കെ ഉള്ളതാണ്. ഞാനൊക്കെ ഹൈ BP നിൽക്കുന്ന പാർട്ടികളാണ്. ഉപ്പ് കുറച്ചെടുക്കും. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. സ്റ്റവ് ഓഫ് ആക്കും.